ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു പിക്കിളിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു അച്ചാർ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുപോലെയുള്ള വെള്ളമുളക് എങ്ങനെ യൂസ് ചെയ്യണമെന്ന ഒരു വീഡിയോ ആണിത്. സാധാരണ ഇതൊന്നും അധികം ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് ഇത് നന്നായി ഉണ്ടാകുന്ന ചെടികളിലാണെങ്കിൽ ഇത് നന്നായി ഉണ്ടാവുകയും ചെയ്യും, കായ്ച്ചു വരികയും ചെയ്യും. അതുകൊണ്ട് ഇതൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ അച്ചാർ ഉണ്ടാക്കി സൂക്ഷിച്ചാൽ നമുക്കത് പിന്നെയും യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇത് വെള്ളമുളക് എന്നാണ് സാധാരണ ഞങ്ങൾ പറയുന്നത്. വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇതിപ്പോൾ നന്നായി കഴുകിയതിന് ശേഷം ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഒരു ടവൽ വെച്ച് ഒന്ന് അതിലേക്ക് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒന്ന് തുടച്ചെടുത്താൽ മതി. ഇതിപ്പോൾ അത് ഒന്ന് നെടുകെ കീറിയിരിക്കുകയാണ് ആ മുളകുകൾ മുഴുവനായിട്ടും. കൂട്ടത്തിൽ തന്നെ ബീട്രൂട്ട് ഒന്ന് വേവിച്ചതിന് ശേഷം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇഞ്ചിയും ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 2 എണ്ണം തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഈത്തപ്പഴം കുറച്ച് വിനാഗിരി ചേർത്ത് അടിച്ചെടുത്ത പേസ്റ്റാണ്. അതും ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. പൊടികളായിട്ട് മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ അച്ചാർ പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. കൂടെ തന്നെ കുറച്ച് വിനെഗറും ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ അച്ചാർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് അവസാനമായിട്ട് കുറച്ച് ഉലുവയും കടുകും ഒന്ന് വറുത്ത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്ത പൗഡർ 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇനി അവസാനം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഇത് നന്നായി മിക്സ് ചെയ്താൽ മതി. നമ്മുടെ അച്ചാർ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്ലീസ് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.